ഫാമിലിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ദേ വർ വെരി ഹാപ്പി അബൌട്ട് ദ ഹോൾ തിങ്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ആദ്യം വിഷമിച്ച്, അതായത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അറിയാവുന്ന റെസ്പോൺസ് വെച്ച് പുറത്തിറങ്ങുമ്പോൾ ആദ്യം മനസ്സിലുള്ളത് വീട്ടുകാർക്ക് എന്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടുകാരനേക്കാളും എന്നോട് പപ്പ പറഞ്ഞു, എന്ത് വന്നാലും നിന്റെ രീതിയിൽ കളിച്ചോ, നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാൻ ഞങ്ങളുണ്ട് കൂടെ. അതേ ഡയലോഗ് തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല. ബ്രോൻ്റെ മൈൻഡിൽ ജാസ്മിൻ്റെ മൈൻഡിലുള്ള പോലെയല്ല പുറത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ കാണുമ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹൗസിൻ്റെ ഉള്ളിൽ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ലവ് ലാംഗ്വേജ് എന്താ, എൻ്റെ ഫിസിക്കൽ കംഫർട്ട് എന്താണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഒരു പരിധി വിട്ട് ഒരു ബൗണ്ടറി വിട്ട് പോകില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ദേ പ്രോപ്പർ ട്രസ്റ്റ് ഓൺ മീ. അതിൽ ആ കാര്യത്തിൽ അവർ വിഷമിക്കില്ല. ഇതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ ഡിഗ്രേഡ് ചെയ്യുന്നതിൽ അവർ ചിലപ്പോൾ വിഷമിക്കും, അല്ലാതെ മറ്റേതിൽ അവർക്ക് അത്ര എഫക്റ്റീവായിട്ട് അവർ ഫീൽ ചെയ്യും. ഒരിക്കലല്ല, ഞാൻ പറയില്ല, നിങ്ങളുടെ അഭിപ്രായം. സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തിരിച്ചു വരുമ്പോൾ പല ആരെങ്കിലും ജാസ്മിൻ ഇനി ഒരാഴ്ച കൂടിയ വീടിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയാലോ. ഗെയിം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഒരാഴ്ച ധാരാളം മതി ഒരു ഗെയിം, ഒരാളുടെ ഗെയിം കംപ്ലീറ്റ്ലി ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട്. ജിൻഡോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാൻ കൃത്യമായിട്ട് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കണമെന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ ഇസ് എ ഗുഡ് പ്ലെയർ. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ജബ്രി അതിൻ്റെ അകത്ത് ഇല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ജാസ്മിൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് കളിക്കാനൊരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ കളിക്കട്ടെ, കളിച്ചിട്ട് അപ്പോൾ മാറാണെങ്കിൽ നല്ലതല്ലേ, പോസിറ്റീവായിട്ട് വരട്ടെ. അതായത് ജിൻഡോ ചേട്ടൻ പ്ലാനുമായിട്ടാണ് പോയത്. അദ്ദേഹം തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആഴ്ച ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ടായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഒരു ടാസ്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗെയിം പ്ലാനുകളെല്ലാം ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും. അത് ജാസ്മിൻ്റെ ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാധനം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്ക് ബേസ് ചെയ്തിട്ട് ആ പെർഫോമൻസ് പുറത്ത് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ അവർ തന്നെ കണ്ടോളും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ഭാരം ഒഴിഞ്ഞല്ലോ, അതായത് ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഞാൻ അവിടെ ഇല്ലാത്തടത്തോളം കാലം എന്നെ ചേർത്ത് ഇനി പറയാൻ പറ്റില്ലല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോമൻസ് ഇൻഡിവിജ്വലായിട്ട് വന്നോളൂ. നല്ല കാര്യമാണ്. സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ, സൗഹൃദങ്ങൾ ഇപ്പോഴും നല്ല കാര്യമല്ലേ. നമുക്ക് ജാസ്മിൻ ഇപ്പം ഞാനില്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് എനിക്കും സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ ഇതുവരെ കാണാത്തത്. എനിക്ക് അറിഞ്ഞൂടെ മറ്റേ കാസ്റ്റിംഗ് കൗച്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ ഒരാളങ്ങനെ പറയത്തില്ലല്ലോ. കൊണ്ടുവരാൻ പറ. ബ്രോന്റെ വിഷയത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ബ്രോന്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കിൽ വേറെ ആരുടെ അടുത്ത് ഞാൻ പേഴ്സണലി ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് ഡീപ്പറായിട്ടുള്ള ഒരു നോളജ് ഇല്ല. പുള്ളി പറഞ്ഞ എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂർ പോയതുകൊണ്ട് വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റിയില്ല. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമൻറ്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വായിച്ചു എന്ന് പറഞ്ഞാൽ കുറേ കമൻറ്റുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, കുറേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചില കമൻറ്റുകൾ വായിച്ച സമയത്ത് അതിൽ കൂടുതലും തെറിയായിരുന്നു. ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ എന്താ പറയുക, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അങ്ങനത്തെ രീതിയിലുള്ള ലാംഗ്വേജിലുള്ള കമൻറ്റുകളുണ്ടായിരുന്നു. അതും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു, ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ന് എവിക്ഷൻ കഴിഞ്ഞ് പുറത്തിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേര് ഒറിജിനൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കാണില്ല എന്ന് വെച്ചിട്ട് അവർ മെയിൽ അയക്കുന്നുണ്ട്. ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അതായത് എനിക്ക് ഇതൊക്കെ ഇന്ന് വന്നേണ മെയിലുകളാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഞാൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചിരിക്കുന്ന പേഴ്സണൽ മെസ്സേജ് മെയിലുകളാണത്. ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവർ മെയിലിൽ അയക്കുന്നു. അത് എല്ലാവരും അയക്കുന്നത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള കാര്യം. അതായത് ഗബ്രി യു ആർ എ ഫാന്റാസ്റ്റിക് പ്ലെയർ, ഇന്നത്തെ ലാസ്റ്റ് സ്പീച്ച് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി, ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ലായിരുന്നു എന്ന് തോന്നി, ചിലരോടുള്ള ആൾക്കാരുടെ ദേഷ്യമാണ് നിന്റെ എവിക്ഷന് റീസൺ, ഡിസേർവിംഗ് അല്ലാത്ത കുറേ പേര് സ്റ്റിൽ അവിടെയുണ്ട്, വാട്ട് എവർ ഹാപ്പൻ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്, ഓൾവേസ് ബി ഹാപ്പി, മേ ഗോഡ് ബ്ലെസ് യു.
അതായത് എനിക്ക് ഇതേവരെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നെഗറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ എത്രത്തോളം ആളുകൾ എന്നെ വെറുത്തു അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്കെതിരെ സംസാരിച്ചെന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യത്തിന് നല്ലതായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനസ്സിനൊരു സമാധാനം തരുന്നൊരു കാര്യമാണ്. 100 പേര് എതിർത്ത് നിന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നു. ഞാൻ ആ വീടിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞായിരുന്നു, ഇങ്ങനെ മോക്കസ്റ്റിക് പ്രവർത്തിക്കുന്ന സമയത്ത് വിശ്വസിക്കുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ്. കുഴപ്പമില്ല, ബാക്കി ജാസ്മിൻ പുറത്തു നിന്ന് സൈബർ ബുള്ളിങ്ങിന് പൂർണ്ണ സപ്പോർട്ടോടെ ആളായിട്ട് ഉണ്ടാവും. ജാസ്മിന് പുറത്തു വരുമ്പോൾ സൈബർ ബുള്ളിങ് എന്തായാലും ഉണ്ടാവും. അയാൾ ഡെഫിനറ്റ്ലി സപ്പോർട്ടാണ്. ഞാൻ ഒരിക്കലും ഒരാൾക്ക് അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനാവശ്യമായിട്ടൊരു വാക്ക് കൊടുക്കില്ല. അയാൾ ഓൾവേസ് ബി ദേർ ഫോർ യു എന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാൻ അവിടെ പോകാൻ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആസ് ലോങ് ആസ് ഷീ വാണ്ട്സ്.